ഞാൻ 1970 ജനിച്ചയാളാണ്. 55 വയസ്സ് എനിക്ക് പ്രായമുണ്ട്. എൻ്റെ പ്രായത്തിലുള്ള പല ആൾക്കാരും എന്നെ കേൾക്കുന്നുണ്ട്. ആ കാലഘട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, അന്ന് കഞ്ചാവ് കേസിൽ ഒരാളെ പിടിച്ചാൽ, മദ്യത്തിന്റെ കേസിൽ ഒരാളെ പിടിച്ചാൽ, മയക്കുമരുന്നിന്റെ കേസിൽ ഒരാളെ പിടിച്ചാൽ ആ മനുഷ്യന്റെ പ്രായം 45, 50, 55, 60 അങ്ങനെ പോകും. എന്നാൽ ഇന്ന് കഞ്ചാവുമായിട്ട് പിടികൂടുന്ന, MDMA-യുമായിട്ട് പിടികൂടുന്ന ആളുടെ പ്രായം എത്രയാണെന്നറിയാമോ? 17 വയസ്സ്, 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, എന്തിനേറെ പറയുന്നു, ഹൈസ്കൂളിൽ പഠിക്കുന്ന 14, 15 വയസ്സുള്ള കുട്ടികൾ പോലും MDMA പോലുള്ള മയക്കുമരുന്ന് അത് കയ്യിൽ വയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്തതിന്റെ പേരിൽ പോലീസും കേസും വഴക്കുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് MDMA എന്ന മയക്കുമരുന്ന് അധ്യാപകർ പിടിക്കുവാനിടയായി. ആ കുട്ടിയെ ദേഹപരിശോധനയ്ക്ക് വേണ്ടി, ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി വിധേയാക്കുവാൻ ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരം പരിശോധിച്ചപ്പോൾ 87 മുറിവുകളാണ് അവളുടെ ശരീരത്ത്. എങ്ങനെയാണ് 87 മുറിവുകൾ ഉണ്ടായത്? അവൾ പറയുകയാണ്, ഇൻസ്റ്റഗ്രാമിൽ കൂടെ അവളുടെ സീനിയറായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഈ മാരക മയക്കുമരുന്ന് അത് പെട്ടെന്ന് തലച്ചോറിൽ അഫക്റ്റ് ചെയ്യാനായിട്ട് അത് മൂക്കിൽ കൂടെ വലിച്ചു കയറ്റുന്നതിന് പകരം ശരീരം മുറിച്ചിട്ട് ആ ശരീരത്തിൽ ആ മയക്കുമരുന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് എത്രയും പെട്ടെന്ന് അത് തലയ്ക്ക് പിടിക്കുമെന്നുള്ള ഒരു സന്ദേശങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, സ്വന്തം മാനം വിറ്റും പോലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗം, അല്ലെങ്കിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ലഹരിയിൽ ഇന്ന് തലമുറകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ചവിട്ടി നിൽക്കുന്ന അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒഴുകിപ്പോകുന്നത് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് വില കൊടുത്തും ലഹരി എന്ന ഈ മാരക വിപത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കുവാൻ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊരു പ്രതിജ്ഞയെടുത്ത് നമ്മൾ മുൻപോട്ട് പോകേണ്ടത് ഏറ്റവും അനിവാര്യമാണ്, ഏറ്റവും അത്യാവശ്യമാണ്. ഇത് ഒരു കവല പ്രസംഗമാണ്, അല്ലെങ്കിൽ ഇതൊരു സുവിശേഷ പ്രസംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ പുറംകാല കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് പോകരുത്. ചില ആൾക്കാർ പറയും, വയറ്റിപ്പഴപ്പിന് വേണ്ടിയല്ലേ പാവത്തങ്ങൾ